പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി എളിദാസിനെ അനുവദിച്ചിനോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ. ഞാൻ സാധാരണ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ക്ലാസ് ഇടുന്നത്. ഇന്നലെ ക്ലാസ് ഇട്ടാണ് ഇന്ന് ഞാൻ ഒരു ക്ലാസ് ഇടുകയാണ്. അതിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്, ഒരാൾ എനിക്ക് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു വാർത്ത ഇട്ട് തന്നതാണ്. അത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇതാണ്: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങളോട് തൻ്റെ മുണ്ട് വരിഞ്ഞ് മുറുക്കി ഉടുക്കേണ്ടി വരും, അത് ശ്രദ്ധിക്കണം, സ്വർണ്ണമൊന്നും വാങ്ങരുതിനി, ഇനി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നിങ്ങൾ തിരിയണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, 7-8-9 കാര്യങ്ങൾ നരേന്ദ്രമോദി ഇന്ത്യൻ ജനത്തെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം ഈ ഇന്ത്യ ജനത്തോട് സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ഇട്ട് വന്നു. ഞാൻ കേൾക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരനെ, ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയണം, ഞാൻ 2003 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഈ ചാനൽ തുടങ്ങുന്നത്. ആ 3 വർഷം മുമ്പ് ഈ ചാനൽ തുടങ്ങുമ്പോൾ അതിൻ്റെ 6 മാസക്കാലം മുന്നോട്ട് വന്നപ്പോൾ 2027 പ്രത്യേകതകളെന്നും പറഞ്ഞ് ഞാൻ ക്ലാസ് ഇട്ടിരുന്നു. അതിപ്പോഴും യൂട്യൂബിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടുന്നതാണ്, കിടപ്പുണ്ടത്. പ്രിയ സഹോദരനെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2026 അന്ത്യ കാലഘട്ടത്തിലേക്ക് വരികയാണ്. 27 തുടങ്ങിയാൽ എന്തു സംഭവിക്കും? 27 പിന്നെ യുഗാന്ത്യത്തിലേക്ക് വന്നാൽ അതേതാണ് ഡേറ്റ്, അവിടെ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെയൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായ നരേന്ദ്രമോദി സാറ് ലോകത്തോടായിട്ടാണ്, ഇന്ത്യയോടായിട്ട്, ജനത്തോടാണ് സംസാരിച്ചത്. അത് ഒരർത്ഥത്തിൽ ലോകത്തിന് മുഴുവനും അദ്ദേഹത്തിൻ്റെ സന്ദേശം ആവശ്യമാണ്. ആ ലോകം മുഴുവനും ആ സന്ദേശം ഏറ്റെടുത്താൽ അത് ലോകത്തിന് നല്ലത് എന്നാണ് ഞാൻ എൻ്റെ ബാക്കിയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയോട് പറഞ്ഞാലും ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞാലും അത് ലോകത്തെ മുഴുവൻ ബാധിക്കും. ലോകത്തിലെ ജനങ്ങൾ പട്ടിണിയിലേക്ക് പോകാൻ ഉള്ള സമയമായി വരുന്നു. പെട്രോൾ ജനങ്ങൾക്ക് കിട്ടാതെ വരാൻ ഉള്ള എല്ലാ സാധ്യതയും മുമ്പിൽ നിൽക്കുന്നു. അഥവാ പെട്രോൾ കിട്ടിയാൽ പെട്രോളും ഡീസലിനും താങ്ങാനാവാത്ത ഒരു തുക. 1 ലിറ്റർ പെട്രോളിന് 106 രൂപയ്ക്കാണ് ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അത് പെട്രോൾ ഡീസൽ അതിന് 500 രൂപ കൊടുത്താലും കിട്ടാനില്ലാത്ത അവസ്ഥ വരുന്നു. അല്ലെങ്കിൽ 1000 രൂപ വേണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ കുറച്ച് 2 ലിറ്റർ കിട്ടുന്നു. ആ രീതിയിലേക്ക് വരുമ്പോൾ എന്തു സംഭവിക്കും എന്നതിനെപ്പറ്റി ഒരു മുൻ സൂചനയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമുക്ക് തന്നത്. അതിൻ്റെ മറ്റു വിവിധ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് സന്ദേശം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇപ്പോൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയ സഹോദരനെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യം, മുണ്ട് വരിഞ്ഞ് മുറുക്കി ഉടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശരിക്കും ഭക്ഷണം നമുക്ക് ഇല്ലാതെ വരും എന്നാണ്. നിങ്ങൾ 2 ചക്ര വാഹനങ്ങളും 4 ചക്ര വാഹനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട്, സഞ്ചാരങ്ങളെ ക്രമീകരിച്ചുകൊണ്ട്, നിങ്ങൾ അത് ഉപേക്ഷിച്ചുകൊണ്ട് ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറുക. മറ്റൊന്ന്, ട്രെയിനിലും ബസ്സിലുമായിട്ട് യാത്ര ക്രമീകരിക്കുക എന്ന് പറയുമ്പോൾ പെട്രോൾ ഡീസൽ നമുക്ക് ലഭ്യത ഇല്ലാതെ വരും എന്നാണ് അതിനർത്ഥം. ഇനി അതോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും വലിയ രീതിയിൽ ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോയൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം ആണ് ഇന്ന് നരേന്ദ്രമോദി എന്ന ആ മാന്യദേഹം നമ്മളോട് ലോകത്തോടുമായിട്ട് സംസാരിക്കുക. അത് ജോയൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ അതിങ്ങനെയാണ്: ദൈവവചനമായി, തിരുലിഖിതമായി പിതാവായ ദൈവം തൻ്റെ പ്രവാചകന്മാർ വഴി ലോകത്തോട് സംസാരിച്ചത്. അന്ന് ലോകത്തോട് സംസാരിച്ചത് ഇന്നും ലോകത്തെ ലിഖിത രൂപത്തിൽ, അല്ലെങ്കിൽ വചന രൂപത്തിൽ, ബൈബിൾ രൂപത്തിൽ എന്നൊക്കെ പറയാം, എഴുതി വച്ചിട്ടുള്ള കാര്യമാണ് ഇന്ന് സംഭവിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ചൊരു സുപ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞതല്ല, മറിച്ച് ഇതൊരു യാഥാർത്ഥ്യമായി ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു ലിഖിത രൂപം നമ്മുടെ മുമ്പിലാണ്. അത് ജോയൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം തിരുവചനം. അവിടെ ഇങ്ങനെ കാണുന്നു: നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഭക്ഷണവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ആഹ്ലാദ തിമിർപ്പും
അപ്രത്യക്ഷമായിരിക്കുന്നു. അതിൻ്റെ മറ്റൊരു ഭാഷയാണ്, മറ്റൊരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ നേതാവായ പ്രധാനമന്ത്രി എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ന്യായമായും ഇന്ത്യയിലെ ജനങ്ങളോട് അല്ലെങ്കിൽ ലോകത്തോട് സംസാരിക്കുന്നത്. അതിൻ്റെ വചനരൂപമാണ് നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഭക്ഷണം അപ്രത്യക്ഷമായിരിക്കുന്നു. ഇത് ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വചനമാണ്. എന്നാൽ അതിനകത്ത് രണ്ടർത്ഥം ഒരു വചനത്തിൽ തന്നെ അതിൻ്റെ അറിവിൻ്റെ തലത്തിലെ ജ്ഞാനത്തിൻ്റെ തലത്തിലും ഉള്ള അർത്ഥം അതിനകത്തുണ്ട്. അതിൻ്റെ അറിവിൻ്റെ തലത്തിൽ ഉള്ള വചനമാണ് നമ്മുടെ ഭക്ഷണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇല്ലാണ്ടാകും, മാർക്കറ്റിൽ നിന്ന് പോകും. മാർക്കറ്റുകൾ ഇല്ലാതെ വരുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് പണമുണ്ടായിരിക്കാം, പക്ഷേ ഭക്ഷ്യവസ്തുക്കൾ കിട്ടാതെ വരുന്ന അവസ്ഥ. അതിൻ്റെ തന്നെ ജ്ഞാനത്തിൻ്റെ തലത്തിലെ മറ്റൊന്നാണ്, ധാരാളം ആളുകൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്നവരാണ്, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മുടങ്ങാതെ പോകുന്നവരാണ്. അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഭക്ഷണമാണ് കർത്താവായി ഈശോ പറഞ്ഞ മറ്റൊരു ഭക്ഷണം. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങളിതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും എന്ന് പറയുന്നത് തൻ്റെ ശരീരത്തെ ഭക്ഷണവും പാനീയമായി നിത്യജീവൻ്റെ ഭക്ഷണമായി നമുക്ക് തന്ന വിശുദ്ധ കുർബാനയും അതിലെ വിശുദ്ധ ബലിയും നിന്നു പോകും. കാരണം ഒന്ന്, പെട്രോൾ ഡീസൽ കിട്ടാനില്ലാതെ വരുന്നു. രണ്ട്, ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ഭക്ഷണം കഴിക്കാനില്ലാതെ വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് രണ്ടും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് രാവിലെ ദേവാലയത്തിലേക്ക് പോകാൻ പറ്റുമോ? നമ്മളൊക്കെ 18 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം ഒക്കെ കൊടുത്ത് മേടിച്ച കാറ് നമ്മുടെ മുറ്റത്ത് ചുമ്മാ കിടക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ നടന്നു പോകാൻ തോന്നും? അപ്പോൾ ഞാൻ ഇന്ന് പള്ളിയിൽ പോകുന്നില്ല എന്ന് പറയും. ആ പശ്ചാത്തലം വരികയാണ് തൊട്ടുമുമ്പ്. അത് വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു വെച്ചിട്ട് ഭാഗമാണ്, നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഭക്ഷണവും നമ്മുടെ കൺമുമ്പിൽ നിന്ന് ആഹ്ലാദ തിമിർപ്പും അപ്രത്യക്ഷമായിരിക്കുന്നു. അത് വരാൻ അധികം കാലമില്ല. എന്നാൽ അത് വ്യക്തമായ രീതിയിൽ മറ്റൊരു ഭാഷയിൽ കർത്താവ് വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്, ജോയൽ പരമസ്ഥം തന്നെ 1-ാം അധ്യായം അതിൻ്റെ 9-ാം വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: ധാന്യബലിയും പാനീയബലിയും കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ വിലപിക്കുന്നു. വയലുകൾ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി വിലപിക്കുന്നു. ധാന്യം നശിച്ചു, വീഞ്ഞ് ഇല്ലാതായി, എണ്ണ വറ്റിപ്പോയി. നിലം ഉഴുന്നവരെ പ്രലപിക്കുവിൻ എന്ന് പറഞ്ഞാൽ കൃഷി ഇറക്കുന്നവരെ കരയുവിൻ. കൃഷി അതുപയോഗിച്ച് ധാന്യങ്ങൾ കൊയ്യുന്നവരെ വിലപിക്കുവിൻ. അത് വാങ്ങാൻ ചെല്ലുന്ന നമ്മളെപ്പോലുള്ളവരെ പൊട്ടിക്കരയുവിൻ എന്ന് കർത്താവ് എഴുതി വെച്ച്. എന്തുകൊണ്ട് ഈ സമൃദ്ധി നമുക്കറിയാം, ഒരു 25 വർഷമായി 2000 ആണ്ട് മുതൽ ഇങ്ങോട്ട് എടുക്കാം. 2000 ആണ്ട് മുതൽ 26 വർഷമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സമൃദ്ധിയോടെ ഭക്ഷണം കഴിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ഇപ്പോഴും നമുക്കറിയാം, നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഭവനത്തിലുണ്ട്. അതാണ് ഫ്രിഡ്ജിനകത്ത് നമുക്ക് ഒരിക്കലും ഒരു സഹോദരനോട് പറഞ്ഞു, എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും 3 സൈസ് ഇറച്ചികൾ ഉണ്ടാവും എന്നൊരിക്കലും ഒരു സഹോദരനോട് പറയണ്ടായി. അപ്പോൾ അത് പോട്ടെ, സ്ഥിരമായിട്ട് വെക്കുന്നത്. എന്നാലും കറി വെച്ചതും കറി വെക്കാനുള്ളതായിട്ടുള്ള മാംസവും മുട്ടയും എല്ലാ ആഹാരം നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം അങ്ങനെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യാനുള്ള പണം നമ്മുടെ അടുത്തുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ സംവിധാനങ്ങൾ ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജുകൾ കാലിയാകാൻ പോകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ കൺമുമ്പിൽ നിന്ന് എന്തൊക്കെയാണ്? ധാന്യബലിയും പാനീയബലിയും നമ്മുടെ കർത്താവിൻ്റെ ഭവനത്തിൽ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ധാന്യബലിയും പാനീയബലിയും എന്ന് പറയുന്നത്, ഒന്ന് ധാന്യബലി ആയ നമ്മുടെ ഇന്നത്തെ കുർബാന എന്ന് പറയുന്നത്, മറ്റേ പാനീയബലി എന്ന് പറയുന്നതാണ് അന്നത്തെ കാലം ജെറുസലേമിലെ ആ ദേവാലയത്തിൽ നടന്ന പാനീയബലി. അവിടെയും പാനീയബലിയും ധാന്യബലിക്ക് പകരം മൃഗബലിയും ഉണ്ടായിരുന്നു. അവിടെ പാനീയമായിട്ട് ആവശ്യമിരുന്ന അവിടെ വീഞ്ഞും തേനും എണ്ണയും ഒക്കെ അന്നത്തെ ജെറുസലേം ദേവാലയത്തിൽ ധാരാളമായിട്ട് അവർ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു, നേർച്ച കാഴ്ചകളുമായിട്ട്. അതാണ് പാനീയബലി എന്ന് കർത്താവ് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ ധാന്യബലി എന്ന് പറയുന്നതാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന നമ്മുടേത്. ഇത് രണ്ടും ഇല്ലാതാകാൻ പോകുന്നു. എപ്പോൾ? നമ്മുടെ കൺമുമ്പിൽ തൊട്ട് തന്നെയുണ്ട്. അതിന് എഴുതി വെച്ചിരിക്കുന്നത് ജോയൽ 1:14 നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഭക്ഷണവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ആഹ്ലാദ തിമിർപ്പും അപ്രത്യക്ഷമായിരിക്കും. ഇത് ദൈവം പറഞ്ഞ വചനമാണെങ്കിൽ ഇതിൻ്റെ ഒരു ഭൗതിക ശാസ്ത്രത്തിൽ, ഒരു തത്വശാസ്ത്രത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വരായികളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഭാഷയിൽ അദ്ദേഹം ലോകത്തോട് നമ്മോട് സംസാരിച്ചത്. അപ്പോൾ ഇത് രണ്ടും, അറിവിൻ്റെ തലത്തിലും ജ്ഞാനത്തിൻ്റെ തലത്തിലും ഇത് ശരിയായി വരുമ്പോൾ
നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതാ കർത്താവായി യേശു ക്രിസ്തു പടിവാതിൽക്കൽ, യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പുള്ള ഈറ്റുനോവ് പ്രസവ വേദന ആരംഭിച്ചു കഴിഞ്ഞു. ലോകത്ത് അനേകം ആളുകൾക്ക് ജോലി പോയി കഴിഞ്ഞു, അനേകം ആളുകൾക്ക് വിസ ലഭിക്കാതെ വരുന്നു, അനേകം ആളുകൾക്ക് സ്വന്തം ഭവനത്തിൽ തിരിച്ചു വരാൻ പറ്റാതെ വരുന്നു, അനേകം ടൂറിസ്റ്റുകൾ തൻ്റെ യാത്രകൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ആളുകൾ വരാതായിരിക്കും. അതൊരു പ്രസവ വേദനയുടെ ആരംഭമാണ്. രണ്ടാമത്തെ പ്രസവ വേദനയുടെ ആരംഭമാണ് ഇറാനുമായിട്ടുള്ള സംഘടനകൾ, അവിടെ ഹോർമോസ് കടലിലെ പ്രശ്നങ്ങൾ. 3, അതിൻ്റെ പരിണിത ഫലമായി ലോകത്തുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. അതിൻ്റെ 4ാം സ്റ്റെപ്പിലേക്ക് കടക്കുന്നു. 5ലേക്ക് വരുമ്പോൾ മറ്റൊന്ന്, 6ലേക്ക് വരുമ്പോൾ മറ്റൊന്ന്, അങ്ങനെ അതിവേദനാജനകമായ കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അത് വേറൊരു രീതിയിൽ കർത്താവ് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ഭാഗമുണ്ട്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു: സിയോനിൽ കാഹളമുതുവിൻ, എൻ്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴക്കുവിൻ, ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ. ആരാണ് ദേശവാസികൾ? അന്ന് ഇസ്രായേലത്തോട് പറഞ്ഞെങ്കിൽ ഇന്ന് ദേശവാസികൾ പറഞ്ഞത് കേരള ദേശം, ഇന്ത്യാദേശം, അല്ലെങ്കിൽ യൂറോപ്യൻ ദേശം, അല്ലെങ്കിൽ ഗൾഫ് ദേശം, അങ്ങനെ ഓരോ ദേശത്തെ കണക്കൂട്ടി പറയുമ്പോൾ ഓരോ രാഷ്ട്രീയം പറയാണ് ദേശം വിലപിക്കട്ടെ, ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സംഭ്രാന്തരാകുക എന്ന് പറഞ്ഞാൽ പേടിച്ച് ഭയന്ന് വിറച്ച് വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞ, ഒരു മനുഷ്യന് മിണ്ടാൻ പോലും പറ്റാത്ത വിധം മനുഷ്യൻ്റെ സമനില തെറ്റുന്ന, അത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സമനില അത് അങ്ങനെ തന്നെയാണ് കർത്താവ് വേണ്ടി എഴുതിച്ചിരിക്കുന്നത്. ഇങ്ങനെ എഴുതിച്ചിരിക്കുന്നു: കർത്താവിൻ്റെ ദിനം ആഗതമായിരിക്കുന്നു, അത് അത്യാസന്നമായിരിക്കുന്നു, അത് അന്ധകാരത്തിൻ്റെയും മനത്തകർച്ചയുടെയും ദിനമാണ്. പക്ഷേ ഇതിപ്പോൾ പറയുമ്പോൾ നമുക്കത് എത്ര ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് ടി വിയുടെ മുമ്പിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, എന്ത് അന്ധകാരം, ഇവിടെ വെളിച്ചമുണ്ട്, എന്ത് മനത്തകർച്ച, ഇവിടെ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, എനിക്കൊരു മനത്തകർച്ചയില്ല, ഇവിടെ ഇട്ട് അന്ധകാരമില്ല, ബൾബും കത്തിയിപ്പുണ്ട്, ഞാൻ നല്ല ഹാപ്പിയാണ്, ഇഷ്ടംപോലെ ഭക്ഷണം ഫ്രിഡ്ജിലിരിപ്പുണ്ട്, ഇഷ്ടംപോലെ ഭക്ഷണം മേശപ്പുറത്തിരിപ്പുണ്ട്, ഇഷ്ടമുള്ളെടുത്ത് കഴിക്കുക. ഏത് വചനം, നിങ്ങളുടെ ഈ വചനത്തിൻ്റെ വല്ല പ്രയോഗമുണ്ടോ, ഇതിൻ്റെ വല്ല ഗുണമുണ്ടോ, ആവശ്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെ വചനത്തിൽ കുറേ ദൈവവചനമാണെന്നും പറഞ്ഞ് കുറേ ബൈബിൾ എഴുതിയിട്ടുണ്ട്, അത് അവിടെ എങ്ങാനും കിടക്കട്ടെ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അതൊക്കെ ചുമ്മാ ഓരോ കാലഘട്ടത്തിൽ എഴുതി വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പ്രിയ സഹോദരരെ? അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ആദരത്തിൽ നിന്നും തൻ്റെ ജനത്തോട് ആഹ്വാനം ചെയ്തത്: നിങ്ങളുടെ മുണ്ടുകൾ വരിഞ്ഞു മുറുക്കി കെട്ടിക്കോ, ഇതാ പട്ടിണി വരുന്നു തൊട്ടുമുമ്പിൽ. എന്തെന്നാൽ പെട്രോൾ ഡീസൽ എന്ന ഈ സംഭവം ഇല്ലെങ്കിൽ ഒരു വാഹനവും മുന്നോട്ട് ഓടുകയില്ല, മാർക്കറ്റുകൾ അപ്രത്യക്ഷമാകും. അതുകൊണ്ട് പറഞ്ഞ അതങ്ങനെ തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്: നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഭക്ഷണവും നമ്മുടെ കൺമുമ്പിൽ നിന്ന് പാനീയ ബലിയും അപ്രത്യക്ഷമായിരിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് അത്യാസന്നമായിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് അത്യാസന്നമായിരിക്കുന്നു. ജോയൽ 2:2, അത് അന്ധകാരത്തിൻ്റെയും മനത്തകർച്ചയുടെയും ദിനങ്ങളാണ്. എന്താണ് ഈ മനത്തകർച്ച വരാൻ കാരണം? എന്താണ് ഈ മനത്തകർച്ച ഉണ്ടാകുന്നത്? മനത്തകർച്ച പറഞ്ഞാൽ മനക്ലേശം, ഭയങ്കരമായ മാനസിക സമ്മർദ്ദം, മാനസിക സംഘർഷം, മാനസിക സന്തോഷം ഇല്ലാത്ത അവസ്ഥ. അതായത് ഏറ്റവും മോശമായ വിഷമിക്കുന്ന ഒരവസ്ഥ മനുഷ്യൻ വരാൻ കാരണം എന്താണ്? തൻ്റെ പ്രതീക്ഷകൾ, തൻ്റെ പ്രത്യാശകൾ നഷ്ടപ്പെടുന്നിടത്താണ് തൻ്റെ എല്ലാ മനസ്സന്തോഷവും സമാധാനം നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഗൾഫിലേക്ക് പോകാൻ അവസരമുണ്ട്, പോകാം, പഠിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ജർമ്മൻ ഭാഷ പഠിക്കുന്നുണ്ട്, എനിക്ക് അടുത്ത മാസം ജർമ്മനിയിലേക്ക് പോകാം, എനിക്ക് വിസ കിട്ടിയിട്ടുണ്ട്, അമേരിക്കയിലേക്ക് പോകാം. അങ്ങനെ പ്രത്യാശയുടെ, അങ്ങനെ ഒരു ആശയുടെയും പ്രത്യാശയുടെയും സമ്പത്തിൻ്റെയും മേഖലയിൽ കൂടെ ആടിത്തിമിർത്ത് കാളക്കുറ്റിനെ പോലെ നടന്ന നമ്മൾക്ക്, ഈ ലോകത്തിലെ ജനത്തിന് ഇന്നല്ല നാളെ ഇതെല്ലാം നഷ്ടമായി കഴിയുമ്പോൾ അവൻ അന്ധകാരം, അവൻ്റെ ഹൃദയത്തിൽ അന്ധകാരം നിറഞ്ഞ പോലെ, വെറും ഇരുട്ട് തിരിക്കുന്നത് പോലെ വല്ലാത്ത മനത്തകർച്ച. ഇനി എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുക. അന്ധകാരത്തിൻ്റെ മനത്തകർച്ചയുടെ ദിനമാണെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ദിനമാണ് കാർമേഘം പോലെ കൂരിരുട്ടിൻ്റെയും ദിനം, കാർമേഘത്തിൻ്റെയും കൂരിരുട്ടിൻ്റെയും ദിനമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അതിന് രണ്ടർത്ഥമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത അസ്വസ്ഥര, കാർമേഘം തിങ്ങി നിറഞ്ഞിരിക്കുന്നത് പോലെ, കൂരിരുട്ട് നിറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു മാനസികാവസ്ഥ എന്നിൽ രൂപം പ്രാപിക്കുന്നു. മറ്റൊന്ന്, ഇപ്പോൾ ഇതാ ഒരു വാർത്ത ഇപ്പോൾ കേൾക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 4-5-6 ദിവസമായിട്ട് വൈദ്യുതി മുടങ്ങും.
എന്ന് പറഞ്ഞിരിക്കും. അവിടുത്തെ കോഴിക്കോട് ഏതോ പവർ ഗ്രിഡിൽ എന്തോ പ്രശ്നം വന്നിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 4-5-6 ദിവസം ചിലപ്പം ഇരുട്ടായിരിക്കാം. അതിന്നല്ല നാളെ പല പവർ ഗ്രിഡുകളും വൈദ്യുതി ഉൽപ്പാദന സ്ഥലങ്ങളെല്ലാം പലവിധ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് സംഭവിക്കും. നാളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കറണ്ട് നമ്മുടെ കൺമുമ്പിൽ അപ്രത്യക്ഷമാവും. പല വിധത്തിലുള്ള അന്ധകാരം നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടും. ഒന്ന് വിശപ്പിൻ്റേത്, ഒന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടതിൻ്റേത്, മറ്റൊന്ന് സന്തോഷസമാധാനം ഇല്ലാത്തതിൻ്റേത്, 3 സാമ്പത്തിക മേഖല തകർന്നതിൻ്റേത്, 5 എല്ലാ വേദനകളും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു മനത്തകർച്ചയുടെ ദിനം. ഇതെല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയുന്നത് നമ്മുടെ പടിവാതിലിൽ ഇതെത്തി. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ. എന്നാൽ ഇവിടെ കർത്താവ് പറയാണ്, സർവ്വവിധ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടാകുമ്പോൾ, സർവ്വവിധ അന്ധകാരം നിങ്ങളെ വലയം ചെയ്യുമ്പോൾ, നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് ഭക്ഷണം അപ്രത്യക്ഷമാകുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോൾ, നിങ്ങളുടെ ഹൃദയം അന്ധകാരത്തിലേക്ക് കണ്ടുപോകുമ്പോൾ, നിങ്ങളുടെ വിശ്വാസം വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ, നിങ്ങൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ വിശുദ്ധി ജ്ഞാനവും നഷ്ടപ്പെടുമ്പോൾ, അവിടെ ഏറ്റവും വലിയ പ്രത്യാശയും ഏറ്റവും വലിയ സൂര്യനേക്കാൾ തേജസ്സും ശോഭയും ഉള്ള ഒരു വ്യക്തി യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവം നമ്മുടെ അടുത്ത് പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ എൻ്റെ കൂടെ നിൽക്ക്, നീ എന്നിൽ വിശ്വസിക്ക്, നീ എന്നിൽ ശരണപ്പെട്, നീ മുട്ടനോട് പ്രാർത്ഥിക്ക്. കർത്താവേ, എൻ്റെ മേൽ, എൻ്റെ മക്കളുടെ മേൽ, എൻ്റെ സഭയുടെ മേൽ, ഈ ലോകത്തിന് മേൽ കരുണ വർഷിക്കണമേ. അങ്ങയുടെ കരുണ കൊണ്ട് ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. ഈ ലോകത്തിൻ്റെ സമ്പത്തും ധനവും ആഢ്യത്വവും പ്രതാപവും അല്ല, അതായിരുന്നു ഇത്ര കാലം ഞങ്ങളെ മുന്നോട്ട് നയിച്ചത്. പക്ഷെ അതാണ് ഞങ്ങളെ ഏറ്റവും അന്ധകാരത്തിൽ കൊണ്ട് ചാടിച്ചത്. അതിലെ കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. യോശുവ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നിങ്ങൾ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക. ഏറ്റവും വലിയ പ്രത്യാശ തരുന്ന വ്യക്തി യേശു ക്രിസ്തുവാണ്. ഏറ്റവും വലിയ സമാധാനം തരുന്നത് യേശു ക്രിസ്തുവാണ്. ഏറ്റവും വലിയ സന്തോഷം തരുന്നത് യേശു ക്രിസ്തുവാണ്. ഏറ്റവും വലിയ ആനന്ദം യേശു ക്രിസ്തുവാണ്. ഏറ്റവും കൂടുതൽ ജ്ഞാനം തരുന്നത് യേശു ക്രിസ്തുവാണ്. ഏറ്റവും വലിയ പരിശുദ്ധി നൽകുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന് അപ്പുറത്തേക്ക് ഇനി ഒരു ലോകത്ത് ഒരു ദൈവവുമില്ല, ഒരു ദൈവം ജനിച്ചിട്ടില്ല, ഇനി ഒരു ലോകത്ത് ഒരു ദൈവം വരാനുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും, കഷ്ടപ്പാട് വന്നാലും, ദുരിതവും ദുഃഖവും പട്ടിണിയും ആപത്തും മരണവും വന്നാലും, മരണത്തിന് മുമ്പിൽ പോലും പിടിച്ചിരിക്കാൻ ശക്തിയും ജ്ഞാനം വിശുദ്ധിയും സ്നേഹവും പ്രത്യാശയും കരുണയും തരുന്നത് യേശു ക്രിസ്തുവാണെന്ന സത്യം ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, എൻ്റെ യേശുവേ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ, ആ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ യാചിക്കുന്നു പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട സമയമാണിത് പ്രിയ സഹോദരനെ. നാളെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല, നാളെ കഴിഞ്ഞ അടുത്ത ആഴ്ച നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം ആ സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വരും. എന്താണ്? മുണ്ട് വരിഞ്ഞു കൊടുത്ത് തൻ്റെ ശരീരത്തിൽ മേധസ്സുകളൊക്കെ നഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ വിശന്ന് തളർന്ന് ഒരു പക്ഷേ വീണ് ബോധം കെട്ട് മരിക്കുന്ന അവസ്ഥ വന്നേക്കാം. ഇതൊക്കെ മുന്നേ കാണണം പ്രിയ സഹോദരങ്ങളെ, അതൊക്കെ കാണുന്നുണ്ട്. എന്നാൽ അവിടെയും പ്രത്യാശയ്ക്ക് വകയുള്ളത് യേശു ക്രിസ്തുവിലാണ്. നീ യേശു ക്രിസ്തുവിലാണെങ്കിൽ നീ പുതിയ സൃഷ്ടിയാണ്. നീ ക്രിസ്തുവിലാണെങ്കിൽ നീ പാപത്തെയും അതിൻ്റെ തിന്മയുടെ പ്രവൃത്തികളെയും വലിച്ചെറിയും. യേശു ക്രിസ്തുവിലാണെങ്കിൽ നിന്റെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ക്രിസ്തുവിലാണ് നീ ആശ്രയിക്കുന്നതെങ്കിൽ നിന്റെ മുമ്പിൽ യേശു എന്ന ഏക സത്യദൈവം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റൊരു വിഗ്രഹത്തിൻ്റെ പുറകെയും മറ്റൊരു ആഡംബരത്തിൻ്റെ പുറകെയും പോകാനുള്ളതല്ല. പോയിട്ടുള്ളവർക്ക് തിരിച്ചു വരാനുള്ള ഒരവസരമാണിത്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ മുമ്പിൽ മുട്ട നിന്ന് കരങ്ങൾ വിരിക്കാൻ വേണ്ടി ഉള്ള അവസരമാണ് ഈ ചുരുങ്ങിയ സമയം. ഏതാനും ചില മാസങ്ങൾ മാത്രം, വിരലിൽ എണ്ണാവുന്ന ഏതാനും മാസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ അല്പമായിട്ടുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ നിമിഷം എൻ്റെ യേശുവേ, എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ, എൻ്റെ മക്കളുടെ മേൽ, എൻ്റെ സഭയുടെ മേൽ, എൻ്റെ രാജ്യത്തിൻ്റെ മേൽ, ഈ ലോകത്തിൻ്റെ മേൽ അങ്ങയുടെ കരുണയും സ്നേഹവും വർഷിക്കണമേ. അങ്ങ് ഞങ്ങളുടെ നേരെ നോക്കി ക്രുദ്ധനായാൽ ആ വന്നു വീഴുന്ന അണുബോംബുകളാണെന്ന് ഞങ്ങൾക്കറിയാം. അത് പൊട്ടിയാൽ ആ പ്രദേശം അഗ്നികുണ്ഡമായിട്ട് മാറുമെന്ന് കർത്താവുണ്ട്. അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അഗ്നികുണ്ഡത്തിലേക്ക് പോകേണ്ടതല്ല. അതിനുവേണ്ടിയല്ല ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്, അതിനുവേണ്ടിയല്ല ഞാൻ എന്നെ ഭൂമിയിലേക്ക് കർത്താവ് അയച്ചത്. മറിച്ച് എൻ്റെ യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവത്തിൻ്റെ കൂടെ നിത്യമഹത്വത്തിൽ ജീവിക്കാനാണ്. മരണത്തെ അതിജീവിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിച്ച് അവിടെ ഒരു സുഖവാസ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയും കൊണ്ടുപോകാൻ വേണ്ടി വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ വരികയും ചെയ്യാറായിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ അതിൻ്റെ വക്കിലാണ് പ്രിയപ്പെട്ടവർ നമ്മൾ. അത് ഗ്രഹിക്കാൻ എന്താ നമുക്ക് ഇത്ര ബുദ്ധിമുട്ട്?
ബാക്കി എന്തെല്ലാം കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ നമ്മൾ അറിവില്ലാത്തവർ അറിവാർജിച്ച് എന്തെല്ലാം നമ്മൾ കണ്ടും കേട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിച്ചോ കാലഘട്ടത്തെ സംബന്ധിച്ചോ നമുക്ക് എന്തെങ്കിലും ജ്ഞാനമുണ്ടോ? യേശു ക്രിസ്തു രണ്ടാമത്തെ പറ്റി നമുക്ക് എന്ത് ജ്ഞാനമുണ്ട്? എന്താണ് മരണം, എന്താണ് മരണത്തിൽ നിന്ന് അതിജീവിക്കാനുള്ള മാർഗം എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം എവിടെയാണ് നമുക്കറിയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, ആ കർത്താവ് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, കർത്താവിൻ്റെ ദിനം ആഗതമായിരിക്കുന്നു, അത് അത്യാസന്നമായിരിക്കുന്നു. ജോയൽ 2:2. അത് അന്ധകാരത്തിൻ്റെയും മനത്തകർച്ചയുടെയും ദിനമാണ്, കാർമേഘങ്ങളുടെയും കൂരിരുട്ടിൻ്റെയും ദിനം. അത് കർത്താവ് ഇരിക്കുകയാണ്. അത്രമാത്രം ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഇരുട്ടിൻ്റെയും പശ്ചാത്തലത്തിലേക്ക് കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ അവിടെ നമുക്ക് വിളക്കും വെളിച്ചവുമായി നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിയുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു, ഏകസത്യമായി യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ 100% ആശ്രയിക്കുക. ചുമ്മാ അങ്ങോട്ട് ഇപ്പം ഞാൻ എൻ്റെ ഈശോയെ ഞാൻ അങ്ങനെ കൂടെ തന്നെ കേട്ടോ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ മറ്റൊടത്തേക്ക് പോയിട്ട് ഞാൻ ഈശോയുടെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവർ. അതൊന്നും യേശു ക്രിസ്തുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ, വിശുദ്ധി എന്ന് പറഞ്ഞാൽ, രൂപാന്തരം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ആത്മീയ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമായും ശുദ്ധമായും നാം അറിഞ്ഞിരിക്കുക തന്നെ വേണം. അല്ല പെട്ടെന്ന് തന്നെ ഈശോ ഞങ്ങളെ രക്ഷിക്കാൻ പറഞ്ഞ് കൈ വീട്ടിയാണെന്നും വിളി കേൾക്കുന്നൊരു കർത്താവല്ല. കാരുണ്യയുടെ അവസാന മണിക്കൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പുസ്തകം വായിക്കാനിടയായി. അതിൻ്റെ ഒരു പുസ്തകം ഒരാൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം വായിച്ചു. അതുപോലെ തന്നെ വിശുദ്ധ പൗസ്റ്റീനായുടെ പരിശുദ്ധ അമ്മ യേശു ക്രിസ്തു സംസാരിച്ചത്, പരിശുദ്ധ അമ്മ കൊടുത്ത സന്ദേശങ്ങൾ, കരവന്താൾ സന്ദേശങ്ങൾ, മാതാവിൻ്റെ സന്ദേശങ്ങൾ എല്ലാം അടുത്തടുത്തടുത്ത് വരികയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ വരവ് പടിവാതിൽക്കലാണ്, തൊട്ടടുത്താണ്. അതുകൊണ്ട് ഒരുങ്ങേണ്ട രീതിയിൽ ഒരുങ്ങിയാലേ, വിശുദ്ധി പ്രാപിക്കേണ്ട രീതിയിൽ വിശുദ്ധി പ്രാപിച്ചാലേ, എങ്ങനെ വിശുദ്ധിയിലും കൃപയിലും ആത്മശുദ്ധിയിലും ആത്മജ്ഞാനത്തിലും ആയിരിക്കണമെന്നുള്ളത് അറിഞ്ഞിരുന്നിട്ട് ആ രീതിയിൽ ആയിരുന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകുന്ന ആളായിരുന്നു എന്നൊരു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്നത് ചുരിദാർ ഇട്ടുകൊണ്ടാണെങ്കിൽ അവിടെ തന്നെ നമ്മുടെ ജീവിതം തീർന്നു. കർത്താവിനോട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യേക കർത്താവായി യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ധരിക്കുന്നത് എന്താണ്? ഓർത്തോണം. ഇതിൻ്റെയൊക്കെ കണക്ക് എണ്ണി ചോദിക്കുന്ന കാലം നമ്മുടെ മുമ്പിലാണ്, തൊട്ടടുത്തെത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരുങ്ങിക്കോ. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. മറ്റൊരു കണ്ടീഷൻസിലും ഉള്ള ഒരുക്കം, ഇന്ന് കേൾക്കുന്ന മറ്റ് വചനപോഷങ്ങളുടെ രീതിയിലുള്ള ഒരുക്കം ഒന്നും ഇവിടെ പ്രായോഗതലത്തിൽ ഒരു ഗുണവും ചെയ്യില്ല. വെളിപാട് ഗ്രന്ഥത്തിൽ എന്തെഴുതി വെച്ചിരിക്കുന്നു അതുപോലെ ആയിരിക്കണം നമ്മുടെ ഒരുക്കവും ജീവിതവും. അതല്ലാതെ സുവിശേഷത്തിൽ പോലും ജീവിച്ചിട്ട് കാര്യമില്ല. സുവിശേഷത്തിൻ്റെ കാലമൊക്കെ കടന്നുപോയി. യേശുവിൻ്റെ വരവിന് ഒരുങ്ങി നിൽക്കുന്ന സമയം. ഇനി എവിടെ സുവിശേഷം? ഇനി സുവിശേഷം കേട്ട് മാനസായപ്പെടാനോ സുവിശേഷം കേൾക്കാനോ നമുക്ക് നാണമില്ലെന്ന് ചോദിക്കുക. ഇനി സുവിശേഷം എന്ന് പറഞ്ഞൊരു വാക്കില്ല. ഇനി സുവിശേഷത്തിലൊരു ജീവിതമില്ല. ഇനി സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. യേശു ക്രിസ്തു ഇങ്ങോട്ട് വന്ന് നമ്മളെയും കൂട്ടിക്കൊണ്ട് പോകാറായി നിൽക്കുമ്പോൾ ആ പോകാനുള്ള ഒരുങ്ങി വിശുദ്ധിയോടെ പരിശുദ്ധിയോടെ കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണം. അത് 1 തെസ്സലോനി 5:21 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യാഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവും ആയിരിക്കാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞ ആ വചനത്തിലായിരിക്കണം നമ്മുടെ യഥാർത്ഥ മനുഷ്യ ശരീരം. ഹല്ലേലൂയ. അല്ലാതെ ഒരു കൊട്ടത്താപ്പ് ക്രിസ്ത്യാനി, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന വ്യക്തിയാണെന്നുള്ള ധാരണ, അല്ലെങ്കിൽ ഞാൻ വലിയ വചനപോഷണമെന്നുള്ള അഹങ്കാരം എന്നിലുണ്ടെങ്കിൽ എനിക്ക് പോലും രക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗ്രഹിച്ചേ പറ്റൂ. അല്ലാതെ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ മനസ്സും ശരീരവും ആത്മാവും 3 തലവും വിശുദ്ധി കൊണ്ട് നിറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വീണ് പോകുന്ന സമയത്ത് നിൽക്കുന്ന ആളുകളുണ്ടാവും. ആ നിൽക്കുന്ന ആളുകളെ കൊണ്ട് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അതാണ് മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യത്വത്തിൻ്റെ ആഗമനം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മിന്നൽ പിണർ പോലെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ മിന്നൽ പിണർ അപ്രത്യക്ഷമാകുമ്പോഴത്തേക്കും കൊണ്ടുപോകേണ്ട ആളെ കൊണ്ട് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയിരിക്കും, എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. അപ്പം വീണ ആളെ നോക്കാനോ പിടിച്ചെഴുന്നേൽപ്പിക്കാനോ സാരമില്ല മോനെ പറഞ്ഞ് ഒരു തട്ടി കൊടുക്കാനൊന്നും സമയമില്ല. മിന്നൽ പിണറിൻ്റെ വേഗത എന്തായിരിക്കും? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് നിങ്ങളുടെ അവൻ്റെ പ്രത്യാഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നുണ്ട്. ആ കരുത്താണ് പരിശുദ്ധി. വിശുദ്ധി പോലും പോരാ, പരിശുദ്ധി വേണം. പരിശുദ്ധി. അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കാൻ ഇടവരട്ടെ.
ഇനി അതെന്താണെന്ന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ എളിദാസിൻ്റെ ക്ലാസ്സിലേക്ക് വരിക. അല്ലാതൊന്നും ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുക അതില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇതെല്ലാം പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ശ്രവിക്കുക, ഗ്രഹിക്കുക, മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള ജീവിത ക്രമീകരണങ്ങൾ നമ്മൾ എപ്പോൾ ചെയ്യാൻ പറ്റുമോ, ഇന്നാണ് ഇന്ന്, നാളെയാണ് നാളെ, ഉടൻ ചെയ്യുക. അത് മാത്രമേ എനിക്ക് പറയണം. അതിനായി നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ഈശോ മഹത്വം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനവും പരിശുദ്ധിയും വിവേകവും നമ്മൾ നിറയുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് എൻ്റെ ആത്മാവിന് ശരീരമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു അവസരം നമുക്ക് ലഭിക്കുമാറാകട്ടെ. അതിനായി നമ്മെ ഓരോരുത്തരും സർവ്വനായ ഈശോനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.